ദിലീപ് നായകനാകുന്ന മോഹൻലാൽ എക്സ്റ്റൻഡഡ് ക്യാമിയോയിലെത്തുന്ന വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ ഒരു വലിയ താരനിര അണിനിരക്കുന്ന ഭ ഭ ഭ അഥവാ ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയുടെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഈ സിനിമയുടെ ബുക്കിംഗ്സ് തുടങ്ങി, അതായത് പ്രീ സെയിൽസ് ആരംഭിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയുടെ പ്രീ സെയിൽസ് വരുന്ന സമയം മുതൽ എല്ലാവരും വളരെയധികം ഉറ്റുനോക്കിയിരുന്നത് ഇതൊരു ദിലീപ് ചിത്രമാണല്ലോ. സ്വാഭാവികമായി ഈ കേസിന്റെ വിധിയൊക്കെ വന്നതിന് ശേഷം പല ആളുകളും ഈ സിനിമ ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനം ഒക്കെ രംഗത്തെത്തിയിരിക്കുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ദിലീപിന്റെ ഒരു സിനിമകളും കാണില്ല എന്നും ദിലീപുമായി ബന്ധപ്പെട്ടുള്ള സിനിമകളെല്ലാം തന്നെ ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് മാറും എന്നതൊക്കെ നമ്മൾ കണ്ടു. KSRTC ബസ്സിൽ നമ്മൾ കണ്ടതാണ്. പഞ്ചാബി ഹൗസ് പോലൊരു സിനിമ അവിടെ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വനിതാ ഒരു യുവതി അവരാദ്യം പ്രതിഷേധിച്ചു. അതിനുശേഷം കൂടെ ഉണ്ടായിരുന്നവരും പ്രതിഷേധിച്ച് കണ്ടക്ടർ അവസാനം TV ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. ആ സിനിമ കണ്ടില്ല. പിന്നീട് ഈ വഷളന്റെ സിനിമയാണ് ഇട്ടിരിക്കുന്നതെന്ന് തൻ്റെ മകൻ തന്നോട് പറഞ്ഞപ്പോഴാണ് താൻ TV-യിലേക്ക് നോക്കിയപ്പോൾ ദിലീപ് ചിത്രത്തെ കാണുന്നതും താൻ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്ന സ്ത്രീ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്യുണ്ടായി. അങ്ങനെ അത് ആ സ്ത്രീയുടെ കഥ മാത്രമല്ല, പലരും ഇതുപോലെ ദിലീപിൻ്റെ സിനിമകൾ കാണില്ല എന്നുള്ള ആഹ്വാനത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ബബ്ബ എന്ന സിനിമയുടെ ടീം ഒരു റെക്കോർഡ് കൂടെ ഇട്ടു. ആ റെക്കോർഡ് ഇങ്ങനെയാണ്: ബുക്കിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന രണ്ടാമത്തെ മലയാള സിനിമയായിട്ട് ഭയം ഭക്തി ബഹുമാനം ടീം മാറി എന്നുള്ളതാണ്. 17,210 ടിക്കറ്റുകളാണ് ആദ്യത്തെ ഒരു മണിക്കൂറിൽ കഴിഞ്ഞ ദിവസം ബുക്കിംഗ് ആരംഭിച്ചിട്ട് ഈ സിനിമ നേടിയെടുത്തത് എന്നുള്ളത് പറയേണ്ടി വരും. എന്നാൽ ടോപ്പിൽ നിൽക്കുന്നത്, ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എമ്പുരാനാണ്. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ആർക്കും തൊടാൻ കഴിയാത്ത ആ റെക്കോർഡ് എമ്പുരാൻ്റെ കൈകളിലാണ്. വേറെ ഒരു മലയാള സിനിമയ്ക്കും ആ റെക്കോർഡില്ല, വേറെ ഒരു ഇന്ത്യൻ സിനിമയ്ക്കും ആ റെക്കോർഡില്ല. 96,140 പരം ടിക്കറ്റുകളാണ് എമ്പുരാൻ എന്ന സിനിമ ബുക്കിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറിൽ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പല ഇന്ത്യൻ സിനിമ പ്രേമികൾക്ക്, പാൻ ഇന്ത്യൻ സിനിമകൾക്ക് പോലും ഇതുവരെ തൊട മുടിയാതെ അങ്ങനെ രീതിയിലാണ് എമ്പുരാൻ നിൽക്കുന്നത്. പക്ഷേ ആ എമ്പുരാനിൻ്റെ ജൈൻജാൻറ്റിക് ഫിഗർ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ബബ്ബയാണ്. ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയാണ് 17,210 ടിക്കറ്റുകൾ ആദ്യത്തെ ഒരു മണിക്കൂറിൽ വിറ്റത്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തരുൺമൂർത്തി സംവിധാനം ചെയ്ത, അതിലും മോഹൻലാൽ നായകനായി എത്തുന്ന തുടരും എന്ന സിനിമയാണ്. ഏകദേശം 10,500ഓളം ടിക്കറ്റുകളാണ് ആ സിനിമ സ്വന്തമാക്കിയത്. ഇതാണ് കണക്കുകൾ. ഇതാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആക്കി മാറ്റിയ കണക്കുകൾ എന്ന് പറയുന്നത്. അതായത് ആദ്യ മണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ ബുക്കിംഗ് തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന പ്രേക്ഷകർ എത്രയും വേഗം തനിക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററും ഇഷ്ടപ്പെട്ട സീറ്റും കിട്ടാൻ വേണ്ടിയിട്ട് ബുക്കിംഗ് ആപ്പിൽ വെയിറ്റ് ചെയ്തിരുന്ന പ്രേക്ഷകർ അത് കിട്ടാൻ വേണ്ടി കാത്തിരുന്നിട്ടാണ് ഇത് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയധികം ഇൻറ്റൻസിറ്റിയും അത്രയധികം കാത്തിരിപ്പുമാണ് ആദ്യത്തെ ഒരു മണിക്കൂറിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് സാരം. കാരണം വല്ല ജോലി തിരക്കും ഭയങ്കരമായ പ്രഷറിൽ നിൽക്കുന്നവരൊന്നും ഇതിന് മുമ്പിൽ ഇരുന്നിട്ട് ആദ്യത്തെ ഒരു മണിക്കൂർ കുത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല, ആദ്യത്തെ ഒരു മണിക്കൂർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല, ആദ്യത്തെ ഒരു മണിക്കൂർ സീറ്റ് കിട്ടാനും വേണ്ടിയിട്ട് കാത്തിരിക്കില്ല. പതുക്കെയാണ് അവർ ബുക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഹൈപ്പ് കയറുന്നത് ദിലീപ് എന്ന വ്യക്തി കൊണ്ട് മാത്രമൊന്നുമല്ല. ഇതിൻ്റെ ഹൈപ്പ് കയറാനുള്ള പ്രധാനപ്പെട്ട കാരണം മോഹൻലാൽ തന്നെയാണ്. അത് ദിലീപ് ആരാധകർ പോലും എതിർക്കില്ല എന്നുള്ളതാണ് വാസ്തവം. മോഹൻലാൽ ദിലീപ് കോമ്പിനേഷനിൽ 14 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ നാളെ പ്രദർശനത്തിന് എത്തുമ്പോൾ അത് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ചെറുതൊന്നുമല്ല. ഏകദേശം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പുണ്ടായിരുന്നു. ഈ സിനിമയുടെ ഷൂട്ടിംഗ് പോലും ഏകദേശം 2-3 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ഫൈനൽ മിക്സിംഗ് നടന്നതായിട്ട് കഴിഞ്ഞ ദിവസം ബബ്ബ ടീം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പശ്ചാത്തലവും കൂടി ഇവിടെ ഉണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 3 സിനിമകളിലും ഉള്ളത് ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ പേര് മോഹൻലാൽ വിശ്വനാഥൻ നായർ, അഥവാ നമ്മുടെ ലാലേട്ടൻ എന്നൊക്കെ വിളിക്കും. ആ മനുഷ്യനാണ്. കഴിഞ്ഞ ദിവസം വൃഷഭ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിലും അദ്ദേഹം ഉണ്ടായി. വൃഷഭ അദ്ദേഹത്തിൻ്റെ വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ട് നിൽക്കുന്ന സിനിമയാണ്. മോഹൻലാലിന് ഇതുവരെ കാണാൻ കഴിയാത്ത ഒരു അവതാറിൽ വരാൻ പോകുന്നൊരു സിനിമയാണ്. ആ സിനിമയുടെ സംവിധായകനായ നന്ദകിഷോറിനോട് മോഹൻലാൽ എന്ന നടനെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴേക്കും, അതായത് സ്റ്റാർഡത്തിൽ നിൽക്കുന്ന വ്യക്തിയേക്കാൾ ഉപരി ഒരു നടനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്താണ് തനിക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ നന്ദകിഷോർ പറഞ്ഞത്, ഞാൻ നാളെ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തതിന് ശേഷം എന്നെ അറിയപ്പെടാൻ പോകുന്നത് മോഹൻലാലിൻ്റെ സിനിമ സംവിധാനം ചെയ്തു എന്ന വ്യക്തിയായിട്ടാണ്. അതിൽ പരം എന്ത് വേണം എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. വളരെ ഫാക്ച്വലാണത്. അതായത് എത്രയോ അദ്ദേഹം കണക്ക് പോലും വെക്കുന്നുണ്ട്. ഇത്രയും പേർ ജനിക്കുന്നു, ഇത്രയും പേർ അതിൽ സിനിമ ആഗ്രഹിക്കുന്നു, അതിൽ ഇത്രയും പേർ സംവിധായകരാകാൻ ആഗ്രഹിക്കുന്നു, അതിൽ ഇത്രയും പേർ സംവിധായകരാകുന്നു, അതിൽ ഇത്രയും പേര് സിനിമകൾ ചെയ്യുന്നു, അതിൽ ഇത്രയും പേര് സ്റ്റാർസിനെ വെച്ച് സിനിമ ചെയ്യുന്നു, അതിൽ ഇത്രയും പേർ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാറുകൾ വെച്ച് സിനിമ ചെയ്യുന്നു, അതിൽ ഇത്രയും പേർ മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യുന്നു, ആ മോഹൻലാലിനെ വെച്ച് ചെയ്ത സംവിധായകനായിട്ടാണ് എന്നെ അറിയപ്പെടാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും അതൊരു കംപ്ലീറ്റ് ഫാൻ ബോയ് മറുപടിയാണ് കിട്ടുന്നത്.
ഒരു സംവിധായകൻ ഫാൻ ബോയ് ആകുന്നത് നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്. പൃഥ്വിരാജ് സുകുമാർ എന്ന നടൻ താൻ സംവിധാനം ചെയ്ത 3 സിനിമകളും നായകൻ മോഹൻലാലായിരുന്നു. ലൂസിഫർ, ബ്രോഡാഡി, എംപുരാൻ. ഈ 3 സിനിമകളിലും ലാലേട്ടനെ വേറെ വേറെ രീതിയിലാണ് പൃഥ്വിരാജ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഒരു ഫാൻ ബോയ് ട്രിബ്യൂട്ടാണ്. അതുപോലെ പല പല ഫാൻ ബോയ്സ് ലാലേട്ടന് ചുറ്റും ഉണ്ട്. തുടരും സംവിധാനം ചെയ്ത തരുൺ മൂർത്തി മോഹൻലാലിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഫാൻ ബോയ് ആണ്. അടുത്തതായി തരുൺ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയിൽ നായകനാകാൻ പോകുന്നത് ലാലേട്ടൻ തന്നെയാണ്. എന്താണ് ആ സിനിമയിൽ അറിയില്ല, ആർക്കും അറിയില്ല, വെയിറ്റിംഗ്. അങ്ങനെ ലാലേട്ടന് ചുറ്റും ഒരു വലയം പോലെ ഒരുപാട് ഫാൻ ബോയ്സ് ഉണ്ട്. അവരെയൊക്കെ വിശ്വസിച്ച് ലാലേട്ടൻ കൂടുതൽ സിനിമകൾ ചെയ്യുകയാണെങ്കിൽ അത് ഗംഭീരമായിരിക്കും. മാത്രമല്ല വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഏകദേശം ഒരു 47-48 വർഷമായി മലയാള സിനിമാ മേഖലയിൽ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻലാലിനെ ഇപ്പോഴും ബോക്സ് ഓഫീസ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്ന് നിന്നാൽ കിടുങ്ങുമെന്നുള്ളതാണ്. അതായത് ഈ പാട്ടിൽ ബബ്ബ എന്ന സിനിമയിൽ എല്ലാവരും ട്രോളിക്കൊണ്ടിരിക്കുന്ന പാട്ടിൽ ഒരു വരിയുണ്ട്, ചുമ്മാ വന്ന് നിന്നാൽ പോരെ സൗത്തും നോർത്തും വിറയ്ക്കുമാടാന്ന് പറയുന്നൊരു വരിയുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതായത് ഇദ്ദേഹം ഒരു സിനിമയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രെയിലർ റിലീസ് ചെയ്ത് 30 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ട്രെയിലറിൽ അദ്ദേഹത്തിന് 2-3 ഷോട്ടുകൾ മാത്രം വെച്ചിട്ട് ഒരു ഡയലോഗ് പോലും പ്രസൻറ്റ് ചെയ്യാത്ത ഒരു സിനിമയ്ക്കാണ് മലയാള സിനിമയിൽ ഇന്ന് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന അവേർലി ബുക്കിംഗ് തുടങ്ങിയ ആദ്യത്തെ മണിക്കൂറിൽ 17,210 ടിക്കറ്റുകളോളം വിറ്റഴിക്കപ്പെട്ട ഒരു സിനിമയുടെ കണക്കുകളാണ് ഈ സൂചിപ്പിക്കുന്നത്. അതൊരിക്കലും ഒരു ദിലീപ് സിനിമയുടെ കണക്കല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ പോലും രാമലീലയാണ് ദിലീപിന് ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ പ്രീ സെയിൽ കിട്ടിയ ഒരു സിനിമ. അതായത് 2 കോടിക്ക് അടുത്താണ് പ്രീ സെയിൽ തുകയായിട്ട് രാമലീലയ്ക്ക് നേടാൻ സാധിച്ചത്. അതിൻ്റെ റെക്കോർഡും ബബ്ബ പൊട്ടിച്ചു. അതായത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈപ്പിൽ വരുന്നൊരു സിനിമയേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ കളക്ഷനിലും മുൻപന്തിയിൽ ഇതുവരെ നിൽക്കുന്നൊരു സിനിമയായിട്ട് ബബ്ബ മാറുകയും ചെയ്തു. നാളെ നിർണായകമാണ്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു അൾട്ടിമേറ്റ് വിധി എന്നൊക്കെ വിളിക്കാൻ പറ്റുമെങ്കിൽ അത് നാളെയാണ്. കാരണം ഈ സിനിമയുടെ വിധി ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും. ആദ്യ പ്രദർശനത്തിന് ശേഷം മികച്ച എക്സ്പീരിയൻസ്, മികച്ച റെസ്പോൺസ്, മികച്ച റിവ്യൂ ആണ് ഈ സിനിമയ്ക്ക് വരുന്നതെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും അതിൻ്റെ റെസ്പോൺസ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതുവരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇന്ന് രാത്രി വരെ ബുക്ക് ചെയ്യാൻ പോകുന്ന ടിക്കറ്റുകളൊക്കെ തന്നെ ഇതിൻ്റെ ഹൈപ്പിനെ ബേസ് ചെയ്ത്, ഇതിൻ്റെ ഫാൻ ബേസ്, ഇതിൻ്റെ ഒരു സിനിമ പ്രേമി എന്ന നിലയിൽ അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഉണ്ടാവും. പക്ഷേ നാളെ പോസിറ്റീവ് റിവ്യൂസ് ആണ് വരുന്നതെങ്കിൽ അതിനുശേഷമുള്ള ബുക്കിങ്ങുകളെല്ലാം തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടും ഈ നടൻ്റെ സിനിമയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും. കാരണം ഒരു പോസിറ്റീവ് സിനിമ ദിലീപിൻ്റെ ഭാഗത്തു നിന്നും വന്നാൽ അതെങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കും അത് കാണാൻ കാത്തിരിക്കുകയാണ് ഞാൻ, ടു ബി വെരി ഓണസ്റ്റ്. കാരണം ആ നടൻ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി വളരെയധികം വലുത് തന്നെയാണ്. നടി ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാണെന്ന് പറഞ്ഞാൽ പോലും ഇന്നും സമൂഹം അയാളെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല എന്നത് നമ്മൾ തെളിവ് പോലെ വെക്കുന്ന ഒരു കാര്യമാണ്. ഒരു വിഭാഗം സമൂഹം ഇന്നും അയാളെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നിൽക്കുമ്പോൾ അയാളുടെ ഒരു സിനിമ വരുമ്പോൾ അയാളെ സ്വീകരിക്കാൻ പ്രേക്ഷകരുണ്ടോ? തിയേറ്ററിൽ പോയി കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം ഇരുന്ന് കാണാൻ ഉണ്ടോ? അതോ KSRTC ബസ്സിൽ ആ കുട്ടിയോടൊപ്പം സ്ത്രീകൾക്ക് കാണാൻ കഴിയില്ല ആ സിനിമ എന്ന് പറഞ്ഞതുപോലെ ഓഫ് ചെയ്തിട്ട് പോകുമോ? ഇത് വളരെ നിർണായകമാണ്. ഇത് ഞാനൊരു സിനിമാ ബേസിസിന് മാത്രം പറയുന്നതല്ല, ഇതൊരു രാഷ്ട്രീയവും കൂടിയാണ്, ഇതൊരു വലിയ പൊളിറ്റിക്സും കൂടിയാണ്. അതെല്ലാത്തിനും ഉത്തരം നാളെ കിട്ടുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതൊരു രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം എങ്ങനെയാണ് നാളെ കൃത്യമായൊരു സ്റ്റേജിലേക്ക് എത്താൻ പോവുക എന്നുള്ളതാണ് അറിയേണ്ടത്. നേരെ മറിച്ച് നെഗറ്റീവ് റിവ്യൂസ് ആണ് ഈ പടത്തിന് വരണമെങ്കിൽ പിന്നെ നമുക്ക് ഈ ഡിസ്കഷനെ കുറിച്ച് വാലിഡ് ആവില്ല. കാരണം പടം നെഗറ്റീവ് ആണെങ്കിൽ പ്രേക്ഷകർ കാണില്ല, അത് സ്വാഭാവികം. അതിപ്പോൾ ദിലീപ് സിനിമയല്ല, ഏത് സിനിമയാണെങ്കിലും ഇൻക്ലൂഡിങ് മോഹൻലാൽ സിനിമയാണെങ്കിൽ പോലും നമുക്ക് പടം നെഗറ്റീവായിട്ടാണ് തോന്നുന്നതെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി അത് കാണില്ല, നമ്മൾ ആ പൈസ ലാഭിക്കാനേ നോക്കൂ. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ ഡൈനാമിക്സ് കൂട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യ പ്രദർശനം ഇതിൽ വളരെ വാലിഡാണ്. ആദ്യ പ്രദർശനത്തിൻ്റെ റെസ്പോൺസ് വളരെയധികം ഇമ്പോർട്ടൻറ്റും കൂടിയാണ്. കാരണം അതിൽ നിന്ന് തീരുമാനിക്കാം ഇതെങ്ങനെയാണ് പോകുന്നത്. 2017 സെപ്റ്റംബർ 28 ഈ രാമലീല റിലീസാവുന്ന സമയത്ത് ദിലീപ് ജയിലിലാണ്. ആ സമയത്ത് ആ സിനിമയ്ക്ക് അൾട്രാ പോസിറ്റീവ്, എക്സ്ട്രീം പോസിറ്റീവ് റിപ്പോർട്ട്സ് ആണ് ആദ്യ പ്രദർശനത്തിന് ശേഷം കിട്ടിയത്. എന്നിട്ട് എന്താ നമ്മൾ കണ്ടത്? 2017 മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയായിട്ട് രാമലീല മാറുകയും ചെയ്തു. അന്ന് ആ സമയത്ത് ഒക്ടോബർ 3 വരെ ദിലീപ് ജയിലിലാണെന്നത് കൂടി ഓർക്കണം. അതായത് ഈ സിനിമയുടെ ആദ്യത്തെ ആഴ്ച ദിലീപ് ജയിലിലാണ്, പിന്നീടാണ് ദിലീപ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ അപ്പോൾ പ്രേക്ഷകർ ഈ സിനിമയെ സ്വീകരിച്ചു എന്നത് വേണം പറയാൻ. അതായത് ഈ ചിലപ്പോൾ ഒരു പക്ഷേ അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതും കൂടി ഇതിന് കാരണമായിരിക്കാം, അറിയില്ല. ആ സിനിമയും കൂടെ ആളുകളിലേക്ക് എത്തി, ആ സിനിമ കുറച്ചുകൂടെ ജനകീയമായി എന്നത് വേണം തന്നെ പറയാൻ. ഏകദേശം അതേ ഒരു സ്റ്റേജിലാണ് ദിലീപ് ഇപ്പോൾ നിൽക്കുന്നത്. ദിലീപിന് കോടതി വിധി വന്നു, അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി പ്രകാരം ദിലീപ് കുറ്റവിമുക്തനാണ്. പക്ഷേ എങ്ങനെയായിരിക്കും അത് വളരെ നിർണായകമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെറും മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ.
ആ മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കാം ഈ സിനിമയുടെ വിധി? ആദ്യ പ്രദർശനത്തിന് ശേഷം ആരാധകരുടെ ഭാഗത്തു നിന്ന്, ഈ സിനിമ ടീമിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഈ സിനിമയായിട്ട് കാണുന്ന ആളുകൾ, ദിലീപ് ആരാധകർ, മോഹൻലാൽ ആരാധകർ, ഇവരെല്ലാവരും കമ്പൈൻ ചെയ്തിട്ട് ആദ്യ പ്രദർശനത്തിന് ശേഷം എന്തായിരിക്കും റിവ്യൂ പറയുക? വളരെയധികം കാത്തിരിക്കുകയാണ്. കാരണം ഇതിന് പിന്നിൽ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് തന്നെ ഉണ്ടാകാം, തർക്കമൊന്നുമില്ല. രാവിലെ 8 മണിക്കാണ് ഈ സിനിമയുടെ ആദ്യ പ്രദർശനം നടക്കുന്നത്. ഏകദേശം ഒരു 400-450ഓളം സ്ക്രീനുകൾ കേരളമൊട്ടാകെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. അത്രയധികം സ്ക്രീനുകളിലും ബുക്കിംഗ് തകൃതിയായിട്ടാണ് നടക്കുന്നത്. ഇപ്പോഴും ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഇപ്പോഴുള്ള ബുക്കിങ്ങുകളെക്കാളുപരി നമ്മളെല്ലാവരും കാത്തിരിക്കേണ്ടതും ഉറ്റുനോക്കേണ്ടതും ആദ്യ പ്രദർശനത്തിന് ശേഷമുള്ള ബുക്കിംഗാണ്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമുള്ള ബുക്ക് മൈ ഷോയിലെ ട്രെൻഡിങ് ലിസ്റ്റിൽ ഈ സിനിമ ഉണ്ടാകുമോ എന്നുള്ളതാണ്. വളരെ ഫാക്ച്വലായിട്ട് പറയുകയാണ്, നാളെ ആദ്യ പ്രദർശനം ഏകദേശം ഒരു 10-11 മണിയോടുകൂടി കഴിയും. അതിനുശേഷം ഇതിൻ്റെ റെസ്പോൺസ് വരുന്നതനുസരിച്ച് എങ്ങനെയായിരിക്കാം ഈ സിനിമയുടെ ബുക്കിംഗ് വരാൻ പോകുന്നത്, എങ്ങനെ ജനങ്ങൾ ഈ സിനിമയെ സ്വീകരിക്കും എന്നുള്ളത് വളരെയധികം ഉറ്റുനോക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും, ഈ സിനിമ ബഹിഷ്കരിക്കണമെന്ന് തീരുമാനിച്ചിൽ നിൽക്കുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും. പക്ഷേ നാളെ ഉച്ചയ്ക്ക് ശേഷം ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകുമോ, ഈ ഒരു മനമാറ്റം രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളത് ഉറ്റുനോക്കുക.